ഹലോ ഗൈസ്, അർമിത ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇന്നിവിടെ ഒരു വിരുന്നുകാരൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് അവർ വരുന്ന ക്ലിപ്പ് എന്നോട് എടുക്കാൻ മറന്നുപോയി ഗൈസ്, സോറി. അപ്പോൾ വിരുന്ന് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുക്കിംഗ് എന്താ പറയുക, കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ, എല്ലാവരും കാണുക. അപ്പോൾ അമ്മമ്മ ഇവിടെ ഒരു പണിയിലാണ്. അമ്മമ്മ ചക്ക മുറിച്ചിടുന്ന പണിയിലാണ്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമ്മ എന്നും ചക്ക പുഴുക്ക് കഴിക്കും കേട്ടോ. അപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് അമ്മമ്മ എപ്പോഴും ചക്ക പുഴുക്ക് കഴിക്കും. അമ്മയാണെന്നുണ്ടെങ്കിൽ മേലെ ഡ്രസ്സൊക്കെ ആറിയിട്ടതിന് ശേഷം എന്തൊക്കെയോ ഡ്യൂട്ടിയിലാണ്. അതിന് ശേഷം എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു. തുടയ്ക്കാനുള്ളൊരു ചെറിയ പണി അമ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടയ്ക്കാൻ തുണിയെടുത്തു. ശനിയാഴ്ച അങ്ങനെയാണ് ഞാൻ അധികവും തുടച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ചിക്കൻ അമ്മ കഴുകി ഇങ്ങനെ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ എന്തൊക്കെയോ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട്. പിന്നെ ഉള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി എന്നീ സാധനങ്ങളൊക്കെ കഴുകി അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ചോറിനാണെങ്കിൽ കറി, പരിപ്പും തക്കാളിയും കറി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മ ഇവിടെ ചക്ക അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഡ്രസ്സ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ ഏട്ടൻ കൊണ്ടുവന്ന ഡ്രസ്സസൊക്കെ അമ്മ അലക്കാനിട്ടതാണ്. അപ്പോൾ പിന്നെ അമ്മ ഉള്ളി മുറിക്കുകയാണ് കറിയിലിടാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ എന്തൊരു സ്പീഡ്! പിന്നെ ഈ അരിഞ്ഞിട്ട ഉള്ളി കുക്കറിലേക്ക് ഇട്ടു. അതിനുശേഷം 2 മുളക് മുറിച്ചിട്ടു. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ ചതക്കി കൊടുത്തു കേട്ടോ അമ്മക്ക്. അപ്പോൾ അത് ചതക്കിയത് അതിലേക്ക് ഇട്ടു. അമ്മ അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ക്ലീനും കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ ഉരുളക്കിഴങ്ങൊക്കെ മുറിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അമ്മേൻ്റെ അസിസ്റ്റൻ്റാണ്. അമ്മ പറയുന്നതല്ലേ ഞാൻ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അമ്മ തക്കാളി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 2 തക്കാളി എടുത്തു കൊടുത്തു. അത് അമ്മ കഴുകി മുറിച്ച് അതിലേക്ക് ഇട്ടു. പിന്നെ ഞാൻ നേരത്തെ ചതക്കി ഇഞ്ചി വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കനും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെന്താ ചിക്കൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് എന്താ പറയുക, ഈ പൊടീൻ്റെ പേര് മറന്നുപോയി. മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ആ പൊടി ഗരം മസാലയാണെന്ന് തോന്നുന്നു. ഗരം മസാലയല്ല, മല്ലിപ്പൊടി. അപ്പോൾ അമ്മ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെ നല്ല വൃത്തിക്കൊക്കെ മിക്സ് ചെയ്ത് അതിനുശേഷം അത് മൂടി ഗ്യാസിൽ വെച്ചു. അത് വെക്കുന്നതിന് മുമ്പേ അതിൻ്റെ അങ്ങനെ വട്ടത്തിലുള്ള കുക്കറിൻ്റെ മൂടിയുമ്മൽ വെക്കുന്ന സാധനമില്ലേ, അത് ലൂസായി പോകുന്നതുകൊണ്ട് ഫ്രിഡ്ജിലാണ് വെക്കാറ്. അത് ഞാൻ എടുത്തു കൊടുത്തു. അതിനുശേഷം കുക്കർ ഫ്രിഡ്ജിലൊക്കെ വെച്ച് അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ ക്ലീൻ ചെയ്തു. അതിനുശേഷം എനിക്ക് വേറെ പണി തന്നു. വെളുത്തുള്ളിയും ഇഞ്ചിയും തോല് കളഞ്ഞ് തരാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാനത് എത്ര സ്പീഡിലായിട്ട് ഞാൻ സ്പീഡാക്കിയതുകൊണ്ടാണ് ഇത്ര സ്പീഡ്. ഭയങ്കര സ്ലോ ആണ്. ആകെ 3 എണ്ണേ തോല് കളഞ്ഞിട്ടുള്ളൂ. എന്നാലും കുറച്ചധികം സമയം എടുക്കും. പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കുന്നത് കൊണ്ട് തന്നെ തേങ്ങ അമ്മ ചരുകിയിട്ട് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങ ഇടുക. എന്നിട്ട് അതിൽ ഞാൻ നേരത്തെ ഇതാക്കിയ ഉള്ളിയില്ലേ അതൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അത് നന്നായിട്ട് വറുക്കുക. നല്ല ബ്രൗൺ കളറാകുമ്പോൾ പൊടിച്ചെടുക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകി അത് ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചിക്കൻ കറി ആവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ വേണ്ടി എന്താ പറയുക, ചക്ക റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അരി കഴുകി അതിന് ശേഷം നമ്മൾ വട്ട വെച്ചു. അതിലേക്ക് നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്തു. അപ്പോൾ നെയ്യ് ഇങ്ങനെ നന്നായിട്ട് എന്താ പറയുക, ഇങ്ങനെ ഇതായി വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചിക്കനൊക്കെ ചൂടായിട്ട് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്തിരി അണ്ടിപ്പരിപ്പ് ഒന്ന് ആ അതിൽ തന്നെ ഇട്ടൊന്ന് വറുത്തെടുക്കും. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഇതിലിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മൾ വറുക്കാൻ വേണ്ടി വെച്ചു. ബ്രൗണിഷ് കളറാക്കി എടുക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലല്ലേ ബ്രൗണിഷ് കളറുള്ളപ്പോൾ മിക്സ് ചെയ്ത് അത് ഇതായതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വിട്ടാൽ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ ചക്ക എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ അമ്മ ബ്രൗൺ കളർ അരിയിൽ ചോറ തിന്നുക. അപ്പോൾ മറ്റേ കാപ്പി കളർ അരിയിൽ അതിനെന്തോ പേര് പറയാൻ എനിക്കറിയായിരുന്നു, മറന്നുപോയി. അരി കളറുള്ള ചോറാണ് തിന്നാൻ നമുക്ക് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മറ്റേ റേഷൻ പിടിയിൽ നിന്ന് കിട്ടുന്ന ആ അരിൻ്റെ ചോറാണ് കഴിക്കുക. എനിക്ക് ആ ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ആ ചോറാണ് കഴിക്കുക. അമ്മമ്മ പക്ഷേ ഈ ചോറ് കഴിക്കുക. അതുകൊണ്ട് അമ്മമ്മേൻ്റെ ചോറ് തിളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ചോറ് തിളച്ച് ഊറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ ഇടയിൽ കൂടെ നെയ്ച്ചോറിന് വേണ്ട വെള്ളം തിളയ്ക്കാൻ വെച്ചു. അമ്മമ്മയാണെങ്കിൽ ചക്കയിൽ വറവിടാൻ വേണ്ടി ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് നെയ്ച്ചോറിലേക്ക് ഇടാൻ വേണ്ട ഗ്രാമ്പ്, പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ അമ്മ എടുക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ വറുത്ത തേങ്ങ ഉണ്ടല്ലോ, അത് ചൂട് കുറച്ച് നേരം കഴിയുമ്പോൾ ചൂട് ആറി വരും. ആ ആറി വരുന്ന കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് മിക്സിയിലേക്ക് ഇത് പൊടി ഇട്ടിട്ട്, പൊടിയല്ല വറുത്ത തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് എന്ത് ചെയ്യുക, അരച്ചു കൊടുക്കുക. അപ്പോൾ നല്ല തേങ്ങ അരച്ച് കിട്ടും. ഇതിങ്ങനെ അരച്ചെടുത്തു. പിന്നെ അവസാനമായപ്പോഴത്തേക്ക് ചിക്കൻ കറിയൊക്കെ ഒന്ന് വറവിടല്ല, തേങ്ങ അരച്ചതൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് അമ്മമ്മ ചക്ക പുഴുക്കൊക്കെ റെഡിയാക്കി. അതിന് ശേഷം ചോറൊക്കെ കഴിച്ചു.